നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി വധക്കേസ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത്. കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ ടോക്കണിനെ ചൊല്ലി നാടകീയ രംഗങ്ങൾ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുൻപാകെയാണ് പത്രിക നൽകിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശിവാനന്ദ സിദ്ധനക്കരെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം രാക്കം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം. ജനകീയ സമരം 33-ാം ദിവസം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. കാസർഗോട്ടെ മുഹമ്മദ് റിയാസ് മൗലവി വധക്കേസ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത്. കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കാസർഗോഡ് പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ട കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത്. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുന്നത്. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2017 മാർച്ച് 20-നാണ് റിയാസ് മൗലവി ക്രൂരമായി കൊല്ലപ്പെട്ടത്. കേസിൽ കഴിഞ്ഞ ശനിയാഴ്ച വിധി പറഞ്ഞ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളായ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജീഷ് എന്ന അപ്പു, നിതിൻ കുമാർ, അഖിലേഷ് എന്ന അഖിൽ എന്നിവരെ വെറുതെ വിട്ടിരുന്നു. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും തെളിവെടുപ്പിലും തെളിവ് ശേഖരണത്തിലും വീഴ്ചയുണ്ടായതായും വിധിന്യായത്തിൽ പറയുന്നു. കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ ഇപ്പോൾ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ നാടകീയ രംഗങ്ങൾ. 1-ാം നമ്പർ ടോക്കണിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. സംഭവത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വരണാധികാരിക്കും പോലീസിനുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അറിയിച്ചു. കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. കലക്ടറേറ്റിലെ ക്യൂവിൽ ആദ്യം നിന്ന തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി ഉന്നയിച്ചത്. നിയമം എല്ലാവർക്കും ബാധകമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അയാൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അതല്ല, പിന്നെ നോമിനേഷൻ കൊടുക്കുന്നതിനകത്ത് രാഷ്ട്രീയം കളിക്കാനാണ് ഇവിടെ തുടങ്ങാം. മര്യാദയോടെ കാണിക്കുന്നു. പ്രഖ്യാപിച്ചതാ 10 മണിക്ക് ആരാണോ ഇപ്പോ ഒത്തുതീർപ്പ്. ഞങ്ങൾ ഈ ഇടതുപക്ഷവും നമ്മളുമായിട്ട് ധാരണ ഉണ്ടാക്കി നോമിനേഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു 9 മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണന് നൽകുകയായിരുന്നുവെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ 9 മണിയോട് ഇരിക്കുകയാണ്. 10 മണിക്കാണ് കളക്ടർ ഓഫീസ് തുറക്കുന്നത്. 10 മണിക്ക് ആരാണോ പിന്നെ ക്യൂവിൽ ഒന്നാമത് നിൽക്കുന്നത് അയാൾക്കാണ് 1-ാമത്തെ ടോക്കൺ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ 8:30 മണിക്ക് കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു. അവിഹിതമായി വളഞ്ഞ വഴിയിലൂടെ വക്രബുദ്ധിയിലൂടെ ടോക്കൺ കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയല്ല. നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കൂ. പ്രൊപ്പോസറാണ്. അതായത് നാഷണൽ ലീഗിന്റെ നേതാവാണ് അസീസ് കടപ്പുറമാണ് നോമിനേഷൻ കൊടുത്തത്. അതിൻ്റെ കയ്യിലൊന്ന് പിടിച്ചെന്നുള്ളേ ഉള്ളൂ. കാര്യം ആരാണോ പിന്നെ കൂപ്പൺ വാങ്ങിച്ചത് അയാൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റൂ. രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനാണ് നോമിനേഷൻ കൊടുത്തത്. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കൊടുത്തു. 10-നും 12-നും ഇടയ്ക്ക് തന്നെ മുഹൂർത്തത്തിൽ കൊടുത്തു. 11 കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊടുത്തു. അതേ സമയം പ്രൊപ്പോസർക്കാണ് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയ, സ്ഥാനാർത്ഥി കൊടുക്കാൻ പറ്റില്ല. അതാണ് വളഞ്ഞ വഴി, വക്രബുദ്ധി. ഇതൊക്കെ കാണിച്ചാൽ
ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൂട്ടിക്കോണം. അപ്പോൾ അദ്ദേഹത്തെ ആ അധികാര സ്ഥാനത്തിരുന്ന് ആരോ ഭീഷണിപ്പെടുത്തി, ഭീഷണിക്ക് വശംവദനായി. അതാണ് സംഭവം. പിന്നെ ഒരു DYSP അയാൾ 9 മണിക്ക് വന്ന ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ. രണ്ടാമത്തെ കൂപ്പൺ തരാം, ഒന്നാമത്തെ ബ്ലാക്ക് മാർക്കറ്റ് കൊടുത്തു എന്ന് അയാൾ പറയുന്നു. DYSP ക്രൈംബ്രാഞ്ച്, അയാളുടെ പേരെനിക്കറിയാം. അയാളുടെ പേരിൽ അതുപോലെ വരണാധികാരിയുടെ പേരിലും ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും. സംഭവത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമീപത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. MLA-മാരായ NA നെല്ലിക്കുന്നി, AKM അഷ്റഫ് എന്നിവരാണ് UDF സ്ഥാനാർത്ഥിയോടൊപ്പം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. എന്നെക്കാൾ മുമ്പൂടെ ആൾ വന്നെങ്കിൽ ഞാൻ കളക്ടറെ സമ്മതിക്കാം. കളക്ടറാ പറഞ്ഞത് CCTV ഫുട്ടേജ് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ കളക്ടർ ഞാൻ എന്നോട് പറഞ്ഞ വാക്കിൽ 10 മണിക്ക് ആരാണോ നിൽക്കുന്നത് അവർക്ക് ഒന്നാമത്തെ കൂപ്പൺ 9 മണിയോടെ നിൽക്കാണ്. മാറ്റി കൊടുത്തു. പിന്നീട് ഡെപ്യൂട്ടി കളക്ടർ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നം ഒത്തുതീർപ്പായി. എന്നാൽ രാവിലെ 7 മണിക്ക് തന്നെ താൻ കളക്ടറേറ്റിൽ എത്തിയെന്നും CCTV ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും ഇടത് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയോ പ്രപ്പോസ് ചെയ്യുന്ന ആളോ രാവിലെ 10 മണിക്ക് മുമ്പായി വന്ന് ടോക്കൺ വാങ്ങിച്ചാൽ ആ ടോക്കൺ അനുസരിച്ചാണ് ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വിളിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. സ്വാഭാവികമായും അതിനനുസരിച്ച് ഞാൻ ഇന്നലെ എൻ്റെ പ്രപ്പോസറായിട്ടുള്ള കാസർഗോഡുകാരൻ അസീസ് അദ്ദേഹത്തെ രാവിലെ 7:30 മണിക്ക് തന്നെ ഇവിടെ അയച്ചു. അദ്ദേഹം 7:30 മണിക്ക് തന്നെ എത്തി. അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ ഫയലുണ്ട്, അതും കൊണ്ട് വന്നു. കൺസേൺഡ് പോലീസ് DYSP അവരെ കണ്ട് ഇത് കാണിച്ചു. പ്രപ്പോസറാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 4 സെറ്റ് പത്രികയാണ് നൽകിയത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് MV ബാലകൃഷ്ണൻ പത്രിക നൽകിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പത്രിക നൽകുവാനെത്തിയത്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. തിരഞ്ഞെടുപ്പ് ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 4 സെറ്റ് പത്രികയാണ് നൽകിയത്. ഒരു സംശയവുമില്ല, ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും കുറച്ചുകൂടി ശക്തമായി പറയുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മുൻ MP P കരുണാകരൻ, MLA-മാരായ E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവരും KV കുഞ്ഞിരാമൻ, VPP മുസ്തഫ തുടങ്ങിയവർ LDF സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കളക്ടറേറ്റിലെ ക്യൂവിൽ ആദ്യം നിന്ന തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തുകയായിരുന്നു. ഈ പ്രശ്നം ഒത്തുതീർപ്പിലെത്തുകയും ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുൻപാകെ ഉണ്ണിത്താൻ പത്രിക സമർപ്പിക്കുകയുമായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പുതിയങ്ങാടിയിൽ നിന്നാണ്. അതുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ ആരൊക്കെ
ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് എന്നെ എതിർത്താലും അതൊക്കെ ചവിട്ടി മതിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങും. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ഞാൻ നേടിയിരിക്കും. ഞാൻ യാതൊരു തർക്കമില്ല. MLA-മാരായ NA നെല്ലിക്കുന്നി, AKM അഷ്റഫ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, DCC പ്രസിഡന്റ് PK ഫൈസൽ എന്നിവർ രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് UDF സ്ഥാനാർത്ഥിയും നേതാക്കളും DCC ഓഫീസിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിലും തീരദേശ മേഖലയിലും വോട്ട് തേടി NDA സ്ഥാനാർത്ഥി ML അശ്വിനി. വോട്ടർമാരോട് അനുഗ്രഹവും വോട്ടും അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി ഇടയിലക്കാട് കാവിലെ വാനരർക്ക് പഴങ്ങൾ നൽകിയാണ് വലിയപറമ്പ് ദ്വീപിൽ നിന്നും മടങ്ങിയത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടന ഭാഗമായാണ് തീരദേശ മേഖലയിൽ NDA സ്ഥാനാർത്ഥി ML അശ്വിനി എത്തിയത്. പിലിക്കോട് സ്വർഗീയ ലോഹിതാക്ഷൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കമിട്ടത്. പിലിക്കോട് കരപ്പാത്ത് രേരമംഗലം ക്ഷേത്രം, വലിയപറമ്പ് മാവില കടപ്പുറത്തും ഒരിയര കോളനിയിലും പടന്നാക്കടപ്പുറം ആശുപത്രിയിലും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി നവീകരണ അഷ്ടബന്ധ കലശം നടക്കുന്ന ഇടയിലക്കാട് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതാണ് ഇടയിലക്കാട് കാവിലെ വാനരർക്ക് പഴം നൽകുവാനെത്തിയത്. മെട്ടമ്മൽ, ഇളമ്പച്ചി, ചൊവ്വേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ തൊഴിൽശാലകളിൽ വോട്ട് തേടി. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും IT വൃദ്ധസദനത്തിലും സന്ദർശനം നടത്തി. കളിയാട്ട മഹോത്സവം നടക്കുന്ന വൈക്കത്ത് തറവാട്ടിലും NDA സ്ഥാനാർത്ഥിയെത്തി. 100% വിജയം ആവാൻ പോകുന്നുണ്ട്. ബിക്കോസ് നമുക്കിപ്പോൾ 2014 ശേഷം നരേന്ദ്രമോദിജി വന്ന പിന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിരവധി സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ എന്തായിട്ടായിട്ടുള്ളത് എഡ്യൂക്കേഷൻ മേഖലക്ക് ഒന്നുമില്ല, ഹോസ്പിറ്റൽ മേഖല ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കാസർഗോഡ് ജനങ്ങൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനിയെ വിജയിപ്പിക്കും. അതേപോലെ കാസർഗോഡ് ലോക്സഭാ ഇലക്ഷൻ്റെ ക്യാമ്പയിന് ഫസ്റ്റായിട്ട് എനിക്കൊരു കുറച്ച് ഇത്തിരി പേടിയുണ്ടായി. ഇത്ര വലിയ ചുമതല എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് പറഞ്ഞിട്ടായിട്ട്. പക്ഷേ ജനങ്ങളെ ഇടയ്ക്ക് പോയിട്ട് കയറിച്ചതിന് ശേഷം ജനങ്ങളുടെ ഒരു റെസ്പോൺസും നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട്. അവർ നല്ല സ്വീകരണം കൊടുത്ത പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു നല്ല ആത്മവിശ്വാസമായിട്ട് അവരുടെ ഇടയിൽ ഞാൻ പോകുന്നുണ്ട്. വൈകുന്നേരം കാലിക്കടവ് ടൗണിൽ നിന്നും തൃക്കരിപ്പൂരിലേക്ക് സ്ത്രീകളും യുവാക്കളും ഓടിച്ച ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ അശ്വിനി റോഡ് ഷോയും നടത്തി. നേതാക്കളായ A. വേലായുധൻ, TV ഷിബിൻ, M. ഭാസ്കരൻ, T. കുഞ്ഞിരാമൻ, KTV മോഹനൻ, K. ശശിധരൻ, PV കരുണാകരൻ, K. നളിനി, TV രാജേഷ്, A. അനുശ്രീ, A. ഷൈജു എന്നിവർ NDA സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിൽ പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് NTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ABRSM ദേശീയ ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിദ്ധനക്കരെ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിൽ പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ABRSM ദേശീയ ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിദ്ധനക്കരെ ಉದ್ಘಾಟനം ನಿರ್ವಹಿಸಿತು. ನಮ್ಮ ಸ್ಲೋಗನ್ ಇದೆ, ರಾಷ್ಟ್ರದ ಹಿತಕ್ಕಾಗಿ ಶಿಕ್ಷಣ, ಶಿಕ್ಷಣದ ಹಿತಕ್ಕಾಗಿ ಶಿಕ್ಷಕ, ಶಿಕ್ಷಕನ ಹಿತಕ್ಕಾಗಿ ಸಮಾಜ. ಇವತ್ತು ಶಿಕ್ಷಕ ತನ್ನನ್ನು ತಾನು 90% ಶಿಕ್ಷಕರು ಅವರು ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ತಮ್ಮನ್ನು ತಾವು ತೊಡಗಿಸಿಕೊಂಡು ಕೆಲಸ ಮಾಡ್ತಾ ಇರೋದನ್ನು ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲ ಒಂದು 10% ಶಿಕ್ಷಕರು ವಿಮುಖರಾಗಿ ದಾರಿ ತಪ್ಪಿಸುವಂತ ಶಿಕ್ಷಕರಾಗಿ ಅವರು ಪ್ರಭಾವಿಯಾಗಿ ದಾರಿ ತಪ್ಪಿಸುವಂತ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದರೆ ರಾಷ್ಟ್ರೀಯ ವಿಚಾರವನ್ನು ಇಟ್ಕೊಂಡಿರುವಂತ ಈ ದೇಶದ ಮೂಲ ಸಂಗತಿಗಳನ್ನು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ತಿಳಿಸುವಂತ ಯಾವುದಾದ್ರೂ ಒಂದು ಅದು ಸಂಘಟನೆ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ABRSM, ರಾಜ್ಯದಲ್ಲಿ ದೇಶೀಯ ಅಧ್ಯಾಪಕ ಪರಿಷತ್. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ മഹാബല റൈ അധ്യക്ഷത വഹിച്ചു. എടനീർമഠം സ്വാമിജി, സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ആശീർവചനം നൽകി. NTU സംസ്ഥാന പ്രസിഡന്റ് ഗോപകുമാർ, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ എന്നിവർ അതിഥികളായിരുന്നു. NTU വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി P. ശ്രീദേവി, BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ, NTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ നായർ, NTU സംസ്ഥാന കമ്മിറ്റി മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അശോക് ബാഡൂർ,
പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ, NGO സംഘ് സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി C. വിജയൻ, FETO കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ M എന്നിവർ സംസാരിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ വിഘ്നേശ്വര കെതുകോടി സ്വാഗതവും NTU സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത് M നന്ദിയും പറഞ്ഞു. തുടർന്ന് യാത്രയയപ്പ് സമ്മേളനം നടന്നു. വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാമും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ട്രെയിനിംഗ് മാനേജ്മെന്റ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പോളിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം, EVM ഉപയോഗിച്ചുള്ള പരിശീലനം, പോളിംഗ് നടത്തുന്നതിനെക്കുറിച്ചുള്ള പരിശീലനം എന്നിവയാണ് നടന്നത്. 5 ക്ലാസുകളിലായാണ് പരിശീലനം. ഓരോ ക്ലാസ്സിലും 3 വീതം മാസ്റ്റർ ട്രെയിനർമാർ പരിശീലനത്തിന് നേതൃത്വം നൽകി. 60ഓളം അസംബ്ലി ലെവൽ മാസ്റ്റർ ട്രെയിനർമാർ ജില്ലയിൽ പ്രവർത്തിക്കും. ട്രെയിനിംഗ് മാനേജ്മെന്റ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ എല്ലാ പോളിംഗ് ഓഫീസർമാർ ഇവിടെ പങ്കെടുക്കുന്നു. ആൻഡ് നമ്മുടെ we have a team of ALMTs who have been trained, who have undergone training to train our polling officials, and we have 5 classes. People who are getting trained, from school teachers to all the bank officials. We have taken polling officials from each and every department, and they are undergoing training. And I hope that the training that they attain from this session will be beneficial on the day of the polling, which is 26th April 2024. അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K. ബാലകൃഷ്ണൻ, ജില്ലാതല സൂപ്പർവൈസർമാരായ TV. സജീവൻ, T. ഗോപാലകൃഷ്ണൻ, NP. സൈനുദ്ദീൻ, സജീന്ദ്രൻ പുതിയപുരയിൽ, P. സജിത്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശീലനത്തിൽ 1120 പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാകുന്നു. സമരം ശക്തമാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാകുന്നു. സമരത്തിന്റെ 33-ാം ദിവസം ജനകീയ സമരസമിതി രാഘം ജംഗ്ഷനിൽ നിന്നും കരോട അണ്ടർപാസ് വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സമരം ശക്തമാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ജാതിമത ഭേദമന്യേ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് വിവിധ പാർട്ടി നേതാക്കൾ എത്തി പിന്തുണ അറിയിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുവെങ്കിലും ഇതുവരെയായും നടപടി സ്വീകരിച്ചില്ലെന്ന് സമരസമിതി പറയുന്നു. ആശുപത്രി, രജിസ്ട്രാർ ഓഫീസ്, ബാങ്ക്, റേഷൻ കട, മീൻ മാർക്കറ്റ്, സ്കൂൾ, കോളേജ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടന്നാണ് പോകേണ്ടത്. പന്തം കൊളുത്തി പ്രകടനത്തിന് സമരസമിതി ഭാരവാഹികളായ ജബ്ബാർ ബഹ്റൈൻ, SM ബഷീർ, സക്കറിയ, അബൂബക്കർ സിദ്ദിഖ്, നായനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സെക്വർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ 8ാം വാർഷികം പ്രമാണിച്ച് കോട്ടിക്കുളം GUP സ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. സൈനബ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സെക്വർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടിക്കുളം ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പ് ശ്രദ്ധേയമായി. സെക്വർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ 8ാം വാർഷികം പ്രമാണിച്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കോട്ടിക്കുളം ഗവൺമെന്റ് UP സ്കൂളിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ഉദുമ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സൈനബ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്യുർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ഇന്ത്യൻ നാഷണൽ കേഡർ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷീബ, ഭരണസമിതി ഭാരവാഹി പുഷ്പ എന്നിവർ പങ്കെടുത്തു. നേത്രപരിശോധനാ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടം വൈക്കത്ത് തറവാട്ടിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 6 വർഷങ്ങൾക്ക് ശേഷം നടന്ന കളിയാട്ട മഹോത്സവത്തിൽ 8ൽ പരം തെയ്യക്കോലങ്ങളാണ് അനുഗ്രഹം ചൊരിയുവാനെത്തിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 100 കണക്കിന് കുടുംബങ്ങൾ കളിയാട്ടത്തിനെത്തിയിരുന്നു. തറവാടിൻ്റെ ധർമ്മദൈവമായ വരീക്കര ഭഗവതി, ആയിറ്റി ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, കുടിവീരൻ ദൈവം, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ ദൈവം തുടങ്ങിയ ദൈവക്കോലങ്ങൾ 2 ദിവസങ്ങളിലായി കെട്ടിയാടി. 2 ദിവസങ്ങളിലായി 4500-ൽ പരം പേർക്ക് അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. മീങ്ങോത്ത് പ്രവാസി അസോസിയേഷൻ ലൈബ്രറിയിൽ സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാട്ടുപാടി, കഥകൾ പറഞ്ഞ് കുട്ടികളെ വായനയുടെ വിശാല ലോകത്തേക്ക് കൈപിടിച്ച് നടത്തി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ വെളിച്ചം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് കുട്ടികളെ ആവേശക്കൊടുമുടിയിലെത്തിച്ചത്. ഒരു പ്രത്യേകത ഒരു വായനശാലയിൽ വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ എവിടെയും വായനശാലയുടെ ഭാഗമായിട്ട് 2 സ്ത്രീകളായിട്ടുള്ള ഒരു വായനശാല അതിവിടെയായിരിക്കും. അതിലേറെ സന്തോഷം. രൂപ വീടും അതുപോലെ തന്നെ നമ്മുടെ നിത്യാമധു പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാശനായ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രമ്യ അവിടുത്തെ ലൈബ്രറി വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ ജയരാജ് മാഷ്, നമ്മുടെ എം പി നാരായണ, മാധവായിട്ട് വലിയ കലവിൻ്റെ കലവും വായനശാലയുടെ പ്രസിഡന്റ്, എല്ലാവരും വ്യക്തിപരമായിട്ട് വലിയൊരു ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതൊക്കെ കൃത്യമായി പകർത്താൻ വേണ്ടി നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരാളുണ്ട്. വരുമ്പോൾ ഞാൻ എവിടെ വരുന്നില്ല അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ജയരാജനാണ്. സിറ്റി ചാനലിലാണ്, കാഞ്ഞങ്ങാട് സിറ്റി ചാനലിലെ ജയരാജൻ. എല്ലാം വളരെ സന്തോഷം. കുട്ടികൾക്കായുള്ള അവധിക്കാല വായനാ പരിപോഷണ പദ്ധതി താലൂക്കിലെ 224 ഗ്രന്ഥശാലകളിലാണ് നടപ്പിലാക്കുക. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഓരോ ആഴ്ചയിലും കുട്ടികളുടെ വായനാക്കൂട്ടം കൺവീനറുടെ നേതൃത്വത്തിൽ ഒത്തുചേരും. കുട്ടികൾ ലൈബ്രറികളിൽ നിന്ന് വായിക്കാനെടുത്ത പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് അവതരണം, പുസ്തക ചർച്ചകൾ, വായനയെ ആസ്പദമാക്കിയുള്ള വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങളായ ഏകപാത്ര നാടകം, സംഗീതശില്പം, കഥാപ്രസംഗം, ചിത്രരചന, നാടകം തുടങ്ങിയവയുടെ അവതരണം, കൈയെഴുത്ത് മാസിക നിർമ്മാണം, സാഹിത്യകൃതികളിൽ പശ്ചാത്തലമായി വരുന്ന പ്രകൃതിയിടങ്ങൾ സന്ദർശിച്ചുള്ള വായന, റീഡിംഗ് തിയേറ്റർ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടക്കും. പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന ഗ്രന്ഥശാലകൾ, കുട്ടികൾ, കൺവീനർമാർ, കൈയെഴുത്ത് മാസികകൾ എന്നിവയ്ക്ക് വായനാ പക്ഷാചരണ കാലത്ത് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മീങ്ങോത്ത് പ്രവാസി അസോസിയേഷൻ ലൈബ്രറിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷനായി. തുഞ്ചൻ സ്മാരക കൊൽക്കത്ത കൈരളി ചെറുകഥാ പുരസ്കാരം നേടിയ VM മൃദുലിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ശാരദ S. നായർ, രമ, രാമകൃഷ്ണൻ, K. ലളിത, ലത്തീഫ് പെരിയ, രൂപ വേണു എന്നിവർ സംസാരിച്ചു. സുനിൽ പട്ടേന സ്വാഗതവും നിത്യാമധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയാതല കുടുംബസംഗമം സംഘടിപ്പിച്ചു. മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്ന ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയാതല കുടുംബസംഗമം ആഹ്വാനം ചെയ്തു.
ഏരിയ പ്രസിഡന്റ് എം പൊക്ലന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ P രാഘവൻ പള്ളത്തിങ്കാൽ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വി ഗിരിജയ്ക്ക് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ ഉദ്ഘാടനം ചെയ്തു. നീണ്ട 28 വർഷത്തെ സേവനത്തിന് ശേഷം ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന വി ഗിരിജിക്ക് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി പാടിയിൽ ബാബു അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ കൺകറന്റ് ഓഡിറ്റർ കണ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ, ഡയറക്ടർമാരായ NK രത്നാകരൻ, VV സുധാകരൻ, T കുഞ്ഞികൃഷ്ണൻ, P സരോജ, മുൻ സെക്രട്ടറി PK നാരായണൻ നായർ, കമലാക്ഷായജ്, V കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി നസീമ KP, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, ചീഫ് അക്കൌണ്ടന്റ് K അനിത, ഇന്റേണൽ ഓഡിറ്റർ B കുഞ്ഞിരാമൻ, M സുനിൽ, V ഗീത, ചിത്ര, സിന്ധു, സുജിത് പുതുക്കൈ, രതീഷ് OV തുടങ്ങിയവർ സംസാരിച്ചു. V ഗിരിജ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ അത്തിക്കൽ തറവാട് നാഗദേവസ്ഥാന പുനഃപ്രതിഷ്ഠ നടത്തി. ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനെത്തിയത് നിരവധി പേർ. മടിയൻ അത്തിക്കൽ തറവാട് നാഗദേവസ്ഥാന പുനഃപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. പാമ്പൻമേക്കാട്ടിലത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടത്തിയത്. ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയാസ് മൗലവി വധക്കേസ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത്. കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ ടോക്കണിനെ ചൊല്ലി നാടകീയ രംഗങ്ങൾ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുൻപാകെയാണ് പത്രിക നൽകിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ P ഷാജുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശിവാനന്ദ സിദ്ധനക്കരെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം രാക്കം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാവശ്യം. ജനകീയ സമരം 33-ാം ദിവസം പിന്നിട്ടു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.